പാണക്കാട് നിന്നും സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ് ഇന്നിപ്പോൾ നേതൃയോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചതിൽ രണ്ടു ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് മുഖ്യമന്ത്രി ആര് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു എന്ന് വെച്ചാൽ വി ഡി സതീശൻ വരണമെന്ന് ഈ തർക്കത്തിൽ പരസ്യമായി കക്ഷി ചേർന്ന ലീഗ് ഇപ്പോഴും അതിൽ ഉറച്ച നിലപാടാണോ, അതോ ഹൈക്കമാൻഡ് എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ, പക്ഷേ അത് വൈകരുത് എന്നുള്ളതാണോ, ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ളതാണോ അതിലെ ലീഗിൻ്റെ നിലപാട്? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വ്യക്തമാവുന്നൊരു കാര്യം അതിലെന്താണ്? ശരത്, തീർച്ചയായും അവർക്ക് വലിയ ഒരു അതൃപ്തി അല്ലെങ്കിൽ അസംതൃപ്തി ഇത് വൈകുന്നതിലുണ്ട്. അത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വൈകുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി അതങ്ങനെ വൈകാൻ പാടില്ലല്ലോ, ഒരു റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ന് തന്നെ ഇത് ഉണ്ടാവണം, വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സമ്മർദ്ദവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഇനി മുസ്ലിം ലീഗ് വി ഡി സതീശൻ എന്ന പേരിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളോടൊക്കെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വി ഡി സതീശൻ എന്ന പേര് തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി മുസ്ലിം ലീഗ് നൽകിയ പേര്, മുന്നോട്ട് വെച്ച പേര് പരിഗണിക്കുന്നില്ല എങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കാനോ അതൃപ്തി അറിയിക്കാനോ ഒന്നും മുസ്ലിം ലീഗ് പോവുകയില്ല. പകരം മറ്റൊരു കാര്യം, ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അണികളെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ഒരു അധിക ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്. കാരണം സാധാരണ പ്രവർത്തകർ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന്, പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങളൊക്കെ ഇങ്ങനെ ഒരു കാര്യം പരസ്യമായി പ്രസ്താവന നടത്തിയതാണ്. അതുകൊണ്ട് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അത് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇത് വലിയ അമർഷം മുസ്ലിം ലീഗിന് നേരിടേണ്ടി വരും, നേതാക്കൾ നേരിടേണ്ടി വരും. ഇതിലൊരു പ്രശ്നം മുസ്ലിം ലീഗ് പതിവിന് വിരുദ്ധമായി ഒരു പരസ്യ നിലപാട് എടുത്തു. അതായത് കക്ഷി ചേർന്നു, ഈ തർക്കത്തിൽ കക്ഷി ചേർന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വി ഡി സതീശന് വേണ്ടി പാണക്കാട് തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ അതുണ്ടായി. അത് തട്ടിൽ ലീഗ് പ്രവർത്തകർ വരെ വളരെ പരസ്യമായ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് വിരുദ്ധമായി കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവ് ആര്, അതിലൂടെ മുഖ്യമന്ത്രി ആര് എന്നൊരു അന്വേഷണത്തിലേക്ക് ആ പാർട്ടിക്കകത്തേക്ക് കടന്നു കയറുന്ന നിലയുണ്ടായി, ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു നിലയുണ്ടായി. പക്ഷേ കെ സി പക്ഷത്തിൻ്റെ പരസ്യമായ വിയോജിപ്പ് അത് ലീഗ് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. കെ സി പക്ഷത്തിൻ്റെ ആ വിയോജിപ്പ്, ഹസനൊക്കെ അടക്കം ശക്തമായി നടത്തിയ വിമർശനം, ലീഗിന് നേരെ നടത്തിയ വിമർശനം, അത് ഹൈക്കമാൻഡിൻ്റേതു കൂടിയാണ്. ഈ നിലയിലേക്ക് ഇത്രമേൽ തങ്ങൾ പോകരുതായിരുന്നു എന്നൊരു പൊതുവികാരം ലീഗിനകത്ത് ഇപ്പോൾ നേതാക്കൾക്കിടയിലെങ്കിലും മിനിമം രൂപപ്പെടുന്നുണ്ടോ? ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഇങ്ങനെ ഏതെങ്കിലും, ഈ മൂന്ന് നേതാക്കൾ മുതിർന്ന നേതാക്കളാണ്, അവർക്കിടയിൽ പക്ഷം ചേരേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഇടയ്ക്ക് സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അണികളിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം, ഈ വി ഡി സതീശന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിലൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നു. അത് പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അത് പിന്നീട് MSFും യൂത്ത് ലീഗ് പോലെയുള്ള സംഘടനാ ഭാരവാഹികൾ തന്നെ വി ഡി സതീശന് വേണ്ടി പരസ്യമായി രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടുപോയി. അത് സ്വാഭാവികമായി പിന്നീട് ഇതിൽ നിന്ന് പുറകോട്ട് പോകാനും മുസ്ലിം ലീഗിന് സാധിക്കാത്ത ഒരു സാഹചര്യം ലീഗിൻ്റെ മുൻപിലുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കാലത്തെല്ലാം മുസ്ലിം ലീഗും വി ഡി സതീശനും തമ്മിൽ വലിയൊരു അടുപ്പം, അത് പ്രത്യേകിച്ച് ആ വെള്ളാപ്പള്ളി വിഷയമൊക്കെ ചർച്ചയായതിനു ശേഷം ലീഗ് നേതാക്കൾ നിരന്തരം സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു വിശ്വാസ്യത മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനുണ്ട്. ഇതാണ് ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രത്യക്ഷത്തിലുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അത് പിന്നീടും അത് തുടർന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ലീഗിൻ്റെ മുൻപിലുണ്ട്. ഇനി ഇത് മാറുമ്പോൾ, അങ്ങനെ ലീഗ് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരാളല്ലാതെ വരുമ്പോൾ ഈ അണികളെ അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു അധിക ബാധ്യത ഇപ്പോൾ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സാദിഖ് അലി മുൻപ് സൂചിപ്പിച്ച ലീഗ് നേതൃത്വത്തിന്റെ പതിവില്ലാത്തൊരു ഉത്തരവാദിത്വമായി മാറുന്നു. കാരണം പരിധി വിട്ടൊക്കെ
കോൺഗ്രസ് MLA-മാർ ഇപ്പോൾ വണ്ടൂരിലേക്ക് വന്നാൽ AP അനിൽകുമാറിനെതിരെ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത്. യഥാർത്ഥത്തിൽ KC പക്ഷത്തിൻ്റെ ഗ്രൂപ്പുകളുള്ള കോൺഗ്രസിൽ KC പക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ട നേതാവാണ് അനിൽകുമാർ. ആ നിലപാട് അനിൽകുമാർ എടുക്കുന്നതിൻ്റെ പേരിൽ വണ്ടൂരിലൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകർ അവരുടെ തന്നെ MLA-ക്കെതിരെ തിരിയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രവർത്തകരെ ഇത് വിശദീകരിക്കേണ്ട ഒരു പതിവില്ലാത്ത സാഹചര്യം ലീഗ് നേതൃത്വത്തിന് വന്നു ചേരുന്നു. ഒപ്പം ഒന്നുകൂടി സംഭവിച്ചു സ്വാലിഹ്, അതായത് ഇനി VD സതീശന് പകരം KC വേണുഗോപാലാണ് വരുന്നതെങ്കിൽ ആ KC വേണുഗോപാലും ലീഗ് നേതാക്കളും തമ്മിൽ സതീശൻ്റെ അത്ര അടുപ്പമില്ല കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ എന്ന ഒരു ധ്വനിയോ രീതിയോ അവസ്ഥയോ വരുന്നുണ്ട്. ഏതാണ് ശരി എന്നതിനപ്പുറം അങ്ങനെ ഒരു ചിന്ത ആളുകളിൽ വരും. അതിനെയും മറികടക്കേണ്ട ഒരു പ്രശ്നം ലീഗ് നേതൃത്വത്തിന് വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വാലി, ഇതിലെ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് തങ്ങളുടെ പാർട്ടി രീതി അനുസരിച്ച് കാര്യങ്ങളൊക്കെ പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തി എന്നാണ്. എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭാ രൂപീകരണം, ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകണം, അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് തങ്ങളാണ്, അക്കാര്യങ്ങൾ തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതല്ലേ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചതിലെ രണ്ടാം ഭാഗം? തീർച്ചയായും ഈ ചർച്ചകളുടെ തുടർച്ചയായി ഒരു വിഷയം മുസ്ലിം ലീഗിൻ്റെ മുൻപിലുള്ളത് ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ എണ്ണം കോൺഗ്രസിൻ്റെ മുൻപിൽ 4+1, അത് ഈ 5ാം മന്ത്രിസ്ഥാനം കഴിഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നൽകിയതാണ്. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ പോകാൻ കക്ഷികൾക്കിടയിൽ ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത മുസ്ലിം ലീഗിന് മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിനും ഇനി വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ കഴിഞ്ഞു, ഇത്രമേൽ ഈ വിഷയം വഷളാക്കി അതോടൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളെ വില കുറച്ച് കാണിക്കുന്ന തരത്തിൽ മുതിർന്ന നേതാക്കൾ MM ഹസനും മാത്യു കുഴൽനാടനെ പോലെ ലിജുവിനെ പോലുള്ളവരൊക്കെ പരസ്യമായി രംഗത്തെത്തിയത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം PMA സലാമിൻ്റെ ഒരു പ്രതികരണം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഭരിച്ചു കാണിക്കട്ടെ എന്നൊരു വെല്ലുവിളിയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇനി മുസ്ലിം ലീഗ് ഉണ്ടാവുകയില്ല. അതിൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഒഴിയുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചർച്ച വരികയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് മുസ്ലിം ലീഗിന് വലിയ എതിർപ്പ് നേരത്തെ ഉണ്ടായിരുന്നില്ല. കാരണം പക്ഷേ ഇനി അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിം ലീഗ് ഉണ്ടാവില്ല. അതിനും കാരണമായി പറയുന്നത് അധ്യാപക സംഘടനകളും മുസ്ലിം സാമുദായിക സംഘടനകളും ഒക്കെ ഒരു സമ്മർദ്ദമുണ്ട്. അതോടൊപ്പം സംഘപരിവാറിനൊക്കെ കീഴടങ്ങി എന്നൊരു പേര് പിന്നീട് ഉണ്ടാവും. അത് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോവില്ല എന്ന് മുസ്ലിം ലീഗ് ഉറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം മന്ത്രിമാരെയും മുസ്ലിം ലീഗ് ഏതാണ്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. ഒരു 7 പേരുടെ, ഈ 5 പേരിലേക്ക് ഒരു 7 പേരുടെ ലിസ്റ്റ് ഇന്ന് സാദിഖ് അലി തങ്ങളുടെ മുൻപിലുണ്ട്. അത് മറ്റു ഘടകങ്ങളിൽ കൂടി തീരുമാനിച്ച, മറ്റു വശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ശരത്.